ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്കൊരു പ്രാവശ്യം കൂടി ദൈവവചനം ധ്യാനിക്കാൻ കർത്താവ് ഒരുമിച്ച് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ പറയുന്ന ദൈവവചന ഭാഗം നമ്മളിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സുപരിചിതമായിട്ടുള്ള ഭാഗമാണ്. പല ഗാനങ്ങൾ ഒക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സാധാരണ നിലയിൽ പ്രസംഗിച്ച് കേൾക്കുന്ന കർത്താവ് പറഞ്ഞ ഒരു പ്രശസ്തമായിട്ടുള്ള ഉപമയാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മളിവിടെ ഒന്നോ രണ്ടോ പ്രാവശ്യത്തിന് മുന്നേ ഇത് ധ്യാനിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. വിശേഷാൽ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇത് പറയപ്പെടുമ്പോൾ സാധാരണ അതിന് ഒരു ഉപമ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് മറ്റു പല മാനങ്ങളും പല ഡയമെൻഷൻസും അതിന് ഉള്ളതായിട്ട് നമുക്ക് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ സ്വർഗീയമായ കാര്യങ്ങൾ പലതും എല്ലാം ഒറ്റ ഒരു ഉപമയിലൂടെ വെളിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. അത് കാരണം ഉപമയെന്ന് പറയുന്നത് ഭൂമിയിൽ ഉള്ള സാധാരണ കാര്യങ്ങളുടെ നിഴലായിട്ട് നമുക്ക് സ്വർഗീയ കാര്യങ്ങൾ വിവരിച്ചു തരുന്ന രീതിയാണല്ലോ ഉപമയിൽ അവലംബിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഉപമ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ഓരോ ആസ്പെക്റ്റുകൾ, അതുകൊണ്ടാണ് കർത്താവ് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ തക്ക സമയത്ത് ആഹാരവിധം കൊടുക്കേണ്ടതിനായിട്ട് ആക്കി വെച്ചിരിക്കുന്ന ദാസൻ എന്നുള്ളതും യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്നവൻ ഭാഗ്യവാൻ എന്നും പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ കാണുമ്പോൾ വളരെ വിഷമം നമുക്ക് തോന്നത്തക്കവണ്ണം ഈ 10 കന്യകമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ 5 പേര് ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ചില കാര്യങ്ങളിൽ ഒഴിച്ചാൽ, മിനിമം ചില കാര്യങ്ങളിൽ ഒഴിച്ചാൽ ഈ 5 പേർക്കും നമ്മളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അവർ 2 പേരും ഏകദേശം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എല്ലാം അവർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്, കാത്തിരുന്നു, ഇതെല്ലാം കാര്യങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും അവർക്കുണ്ടായ ആ അന്ത്യം കാണുമ്പോൾ നമ്മുടെ സാധാരണഗതിയിലുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വിവക്ഷയ്ക്കൊക്കെ എതിരായിട്ട് പലപ്പോഴും നിൽക്കുന്നതാണോ എന്ന് നമ്മൾ സംശയിക്കത്തക്കവണ്ണവും അതുപോലെ തന്നെ നമുക്ക് ഭയം ജനിപ്പിക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമുക്ക് പണ്ട് ഞാൻ 1986 ആണെന്ന് തോന്നുന്നു നമ്മുടെ ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിള് ഇറങ്ങിയ ഒരു കാലം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം അന്നുണ്ടായിരുന്ന ഒരു മുദ്രാവാക്യം ഇങ്ങനായിരുന്നു: ഫിൽ ഇറ്റ്, ഷട്ട് ഇറ്റ്, ഫൊർഗെറ്റ് ഇറ്റ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് ഒരു ടാങ്ക് പെട്രോൾ അടിക്കുക, അത് അടയ്ക്കുക, പിന്നെ പെട്രോൾ അടിക്കുന്ന കാര്യം മറന്നേക്കുക എന്നുള്ളൊരു നിലയിലായിരുന്നു അത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു നിലയിലുള്ള സെറ്റപ്പുകളാണ് നമ്മൾ പൊതുവെ നമ്മുടെ പ്രായോഗിക ദൈനംദിന ജീവിതത്തിലും ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ അവലംബിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച് വശായിരിക്കുന്ന പല തെറ്റിദ്ധാരണകൾക്കും കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ യോജിക്കുന്നില്ല. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ഭക്ഷണം കൊടുക്കാനൊക്കെ ആക്കി വെച്ചു, എന്നാൽ യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്ന ദാസൻ ഭാഗ്യവാൻ എന്ന് പറയുമ്പോൾ അത് ശരി, യജമാനൻ വരുമ്പോൾ അതിന് അങ്ങനെ ചെയ്യുന്നവൻ ഭാഗ്യവാൻ. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്ന പോലെ ജയിക്കുന്നവന് എന്നൊക്കെ പറയുമ്പം അത് നമുക്ക് ഒരു സംശയം ജനിപ്പിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ കർത്താവ് ഇത്രയൊക്കെ ചെയ്തെങ്കിലും കൈവിടപ്പെട്ടു പോകുമോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്തെങ്കിലും അതൊന്നും എൻ്റെ രക്ഷയെ ഗ്യാരണ്ടി ചെയ്യുന്നില്ലേ, ഇത്രയൊക്കെ ഞാൻ അതിനുവേണ്ടി മെനക്കെട്ടെങ്കിലും അല്ലെങ്കിൽ അതിനു വേണ്ടി പല കാര്യങ്ങളും ചെയ്തെങ്കിലും അതൊന്നും ഫലവത്താകത്തില്ലേ എന്നുള്ള ചില സംശയങ്ങൾ ഒരു പക്ഷേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ജനിപ്പിച്ചേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ച പോലെ തന്നെ കൃപയെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരാണ്. നമ്മളെ രക്ഷിച്ച കൃപ, അതിലേറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യം ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു കാര്യം. ഒന്നും ചെയ്യണ്ട, സൗജന്യമാണ്, നിശ്ചയമാണ്. ഈ സൗജന്യമായ ദൈവകൃപ എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടെന്ന് തന്നെ കരുതാനായിട്ട് പറ്റത്തില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുക, ഇത്രയും നാളത്തെ വചനധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയുക, ഈ കൃപ സൗജന്യമാണ്, അത് എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും അല്ല എന്ന് ആഴമായിട്ട് തിരിച്ചറിയാത്ത ഒരു വ്യക്തി അവൻ വീണ്ടും വിശ്വാസമാർഗത്തിലല്ല, അവൻ കർമ്മമാർഗത്തിൽ തന്നെയാണ് അവൻ തുടരുന്നതെന്നും ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷിക്കാനോ ദൈവത്തെ മഹത്വപ്പെടുത്താനോ ദൈവത്തെ ആരാധിക്കാനോ ദൈവത്തെ വേണ്ടതുപോലെ ദൈവഹിതം ചെയ്യാനോ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇടയായി തീരത്തില്ല.
കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ കൃപയെ വർണ്ണിക്കുവാൻ, അവനെ അളവില്ലാതെ സ്നേഹിക്കാൻ, ആഴമായിട്ട് അവനോട് പറ്റിച്ചേർന്നിരിക്കാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ക്രിസ്തീയ തത്വം അല്ലെങ്കിൽ ക്രിസ്തീയമായിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഇത് അർഹതയില്ലാത്ത സ്ഥാനത്ത് അംഗീകാരം നൽകി തൻ്റെ പുത്രൻ വിശുദ്ധനായിരിക്കുന്ന പോലെ തൻ്റെ പുത്രൻ്റെ അതേ സ്ഥാനത്ത് അവൻ നമ്മെയും കാണുന്നു, അതേ നിലവാരത്തിൽ കാണുന്നു, അതേ നിലവാരത്തിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സത്യമാണ് നമ്മുടെ ഹൃദയങ്ങളെ അത് ത്രസിപ്പിക്കുകയും ഈ ദൈവകൃപയ്ക്ക് വീണ്ടും കീഴടങ്ങിയിരിക്കുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം. എന്നാൽ പല സഹോദരങ്ങൾക്കും സംഭവിക്കുന്ന ഒരു അപകടം, ഇത് ഒന്നും ചെയ്യണ്ടാത്ത പരിപാടിയാണ് എന്ന് അവർ ആഴമായിട്ട് ധരിച്ചിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ ഉടനെ അവരങ്ങ് ഇടറിപ്പോകും. അതാണ് അതിൽ പറ്റുന്ന ഒരു വലിയ, എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ അതോ കൃപയുടെ പ്രിൻസിപ്പിളൊക്കെ ലംഘിക്കപ്പെട്ടില്ലേ, അത് നമ്മളിതെല്ലാം സൗജന്യമാണെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകും. എന്നാൽ ആ ദൈവകൃപയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ അങ്ങനെ ചിന്തിക്കാനായിട്ട് ഇടവരുന്നത്. നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് കൃപ 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 എന്ന് പറയുമ്പം നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായിട്ട് ഓടി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാ ദിവസവും കുറെ കുന്നായ്മകളൊക്കെ ചെയ്യുന്നു, അതൊക്കെ ദൈവം അങ്ങ് ക്ഷമിച്ചു തരുന്നു. അതുകൊണ്ട് എത്ര വലിയ തെറ്റ് ചെയ്താലും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി ഏറ്റുപറഞ്ഞാൽ ദൈവം അത് ക്ഷമിച്ചു തരും. ഇത് മാത്രമാണ് ദൈവകൃപയെന്നുള്ള ഒരു തെറ്റിദ്ധാരണ. അല്ലെങ്കിൽ എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ കൊലപാതകം ചെയ്താലും, എത്ര അക്ഷന്തവ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താലും എൻ്റെ കർത്താവ് അത് ക്ഷമിച്ചു തരും. ഈ ഒരു കൃപയെക്കുറിച്ച് മാത്രമേ കണ്ണുനീരോടെ നമുക്കെല്ലാവർക്കും പറയാനുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ അതേസമയം കൃപയ്ക്ക് വേറൊരു ഡയമെൻഷനും കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഒരു ഭാഗത്തല്ല, ദൈവവചനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നതായിട്ടുള്ള കാര്യം. അത് തീത്തോസിൻ്റെ ലേഖനത്തിലുള്ള വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. നമ്മളത് പഠിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ അത് നേരത്തെ അത് പറയുകയും ചെയ്തു. ഞാനും ആ ഭാഗം തന്നെ ഒന്ന് വായിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ രാവിലെ സമയം ഞാൻ ഈ വചനഭാഗം ചിന്തിച്ചപ്പോൾ എന്നെ പിന്നെയും ഞാനൊന്ന് ഒരു പ്രാവശ്യം കൂടി ആ ഭാഗം എടുത്ത് വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ സകല അധർമ്മത്തിൽ നമ്മളെ വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമാക്കി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. നമുക്കറിയാമല്ലോ, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന വേറൊരു ഭാഗം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ സഭയ്ക്ക് വേണ്ടി അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുന്ന ഭാഗമാണ്. അത് കറാ ചുളുക്കം ഒന്നും ഇല്ലാത്തതായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തുന്നതിനാണ് എന്നും അവിടെ പറഞ്ഞിരിക്കുന്ന ഭാഗം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ദൈവം ഇവിടെ വായിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം, ഇംഗ്ലീഷ് വായിക്കുമ്പം അത് ഞാൻ വായിക്കുന്ന വേർഷനിൽ പറയുന്നത്, ഈ ദൈവകൃപ അതെന്ന് പറയുന്നത് നമ്മൾക്ക് ടെംപ്റ്റേഷൻ ഉണ്ടാകുമ്പം അല്ലെങ്കിൽ നമുക്ക് പല പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ പോയി വീണതിന് ശേഷം എൻ്റെ കർത്താവെ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പം ക്ഷമിച്ചു തരുന്നത് മാത്രമല്ല കൃപ, മറിച്ച് ഇനിയൊരു പ്രാവശ്യം അങ്ങനെ ഉണ്ടാകുമ്പം അതിൽ വീഴാതെ വണ്ണം അതിനെ ചെയ്യാതെ വണ്ണം, അതിന് കീഴ്പ്പെടാതെ വണ്ണം നിലനിർത്തുന്നതും കൂടെ ദൈവകൃപയാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ മായ്ക്കുന്നു എന്നുള്ളതല്ല, ദൈവം അത് കണക്കിടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറിച്ച് അതേ സ്ഥാനത്ത് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സൽപ്രവർത്തികളാൽ നിറഞ്ഞവരായി തീരാനും തക്കവണ്ണം ഈ കൃപ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കുക, ദൈവത്തിന് ഹിതകരമായ നീതിപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളതൊക്കെ കൃപയുടെ ഡോക്ടറിന് അനുസാരമായ ഒരു പഠിപ്പിക്കൽ തന്നെയാണ്. അതിന് വിരോധമായ പഠിപ്പിക്കലല്ല. ആരും എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇന്നതുപോലെ വേണമെന്ന് പറയുമ്പം അതിന് നെറ്റി ചുളിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അത് കൃപയുടെ പ്രിൻസിപ്പിളിനെതിരല്ല. എന്നാൽ ഇത് വലിയൊരു തെറ്റിദ്ധാരണയായിട്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഇടയിലൊക്കെ തീരുകയും അങ്ങനെ നമ്മൾ പറഞ്ഞു പോയാൽ കൃപ തെറ്റിച്ചു, കൃപയുടെ അടിസ്ഥാനം പോയി എന്നൊക്കെ. എന്നാൽ അങ്ങനല്ല. നമ്മളോട് ക്ഷമിച്ച അതേ കർത്താവ് തന്നെ കർത്താവിന് വേണ്ടി നീതിഫലങ്ങൾ നിറഞ്ഞവരായി തീർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കാനും കൂടെ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ കൃപയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് കേവലം എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നു, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തിങ്ങനെ ജീവിക്കാം എന്നൊരു മെന്റാലിറ്റിയിലേക്കല്ല
ഒരു വ്യക്തി കൃപയിലാണ് നിൽക്കുന്നതെങ്കിൽ, കൃപയെ വേണ്ടതുപോലെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ ജീവിതത്തിന് സമൂലമായ പരിവർത്തനം ഉണ്ടാക്കുന്നതും കർത്താവ് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് രൂപാന്തരപ്പെടാൻ തക്കവണ്ണം അവനെ സഹായിക്കുന്നതും കൂടെ ഈ ദൈവകൃപ. അങ്ങനെ ആകുന്നില്ലെങ്കിൽ അവൻ കൃപയിലല്ല നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. അല്ലെങ്കിൽ കൃപയെ വേണ്ടതുപോലെ ഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അത് കൃപയിലാണ് നിൽക്കുന്നതെങ്കിൽ. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പ്രമാണത്തെക്കാൾ എത്രയോ സ്ട്രോങ് ആ കൃപ. എന്തുകൊണ്ടാണ് കൃപയ്ക്ക് നമ്മളെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത്? കാരണം നാം ന്യായപ്രമാണത്തിലല്ല, കൃപയ്ക്ക് അത്രയും അധീനരാകയാൽ നാം പാപം നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ എന്ന് റോമർക്കെഴുതുന്ന ലേഖനത്തിൽ 6-ാം അധ്യായം 14-ാം വാക്യം തോന്നുന്നു, അവിടെ വായിക്കും. 11 അവിടെ വായിക്കും, നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പം ഇന്ന് നമ്മളെ ന്യായപ്രമാണത്തിന് കീഴിൽ ആയിരുന്ന സമയത്ത് എവിടെങ്കിലും ഒരു കൊച്ചു തെറ്റ് പറ്റിപ്പോയാൽ ഉടനെ 10 പ്രമാണവും തെറ്റിച്ചതിന്, അല്ലെങ്കിൽ എല്ലാ പ്രമാണവും തെറ്റിച്ചതിന് തുല്യമായി നമ്മൾ ഈ പാമ്പും കോണിയും കളിക്കുമ്പം പാമ്പിന്റെ വായിലോട്ട് വീഴുമ്പോൾ നേരെ താഴെ വരുന്നത് പോലെ അങ്ങ് വരിക. പിന്നെയും ഈ പടവുകൾ പിന്നെയും കയറി ചെല്ലുമ്പോൾ പിന്നെയും അതിന്റെ വായിലെന്ന് പറയുന്ന പോലെ ഉള്ളൊരു അനുഭവം ഉണ്ടാവുന്നത്. എന്നാൽ ദൈവകൃപയിലേക്ക് വരുമ്പം, ദൈവകൃപയിൽ ആശ്രയിക്കുമ്പം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറവോ കുറ്റങ്ങളോ ഉണ്ടായിരുന്നാൽ പോലും അതിനെ ക്ഷമിച്ച് നമ്മളെ ആ കാര്യങ്ങളിൽ പെർഫെക്റ്റ് ചെയ്യാൻ, അതിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ, ഈ പ്രപഞ്ച മോഹങ്ങളോടൊക്കെ നോ എന്ന് പറയാനായിട്ട് ഒക്കെ ഈ ദൈവകൃപ നമ്മളെ സഹായിക്കുകയും, ഒരു അധ്യാപകനെ പോലെ ഇവിടെ നമ്മൾ പറയുക ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറയുന്നത് പോലെ നമ്മെ അത് ദൈനംദിനം പെർഫെക്റ്റ് ചെയ്ത് നമ്മളെ ദൈവത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു പോസിറ്റീവ് വശവും കൂടെ ഈ ദൈവകൃപയ്ക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മുഖവരയോടുകൂടെ ഞാൻ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നോക്കിയാട്ടെ, നമുക്ക് കാണാം ഈ കഥ. പിന്നെ ഞാൻ ഒന്നുകൂടെ പറയുന്നില്ല, ഈ കഥയെന്നല്ല, കർത്താവ് പറഞ്ഞ ഉപമ ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുന്നില്ല, സമയം വളരെ പരിമിതമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്നാൽ തന്നെ അവിടുത്തെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവരെ ചെയ്ത കാര്യങ്ങളൊക്കെ, മണവാളനെ എതിരേൽക്കാൻ പോയവരെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം, രണ്ടുപേരും മണവാളനെ 2 കൂട്ടരും എതിരേൽക്കാനായിട്ട് പോയി. 2 കൂട്ടരും വിളക്കെടുത്തു. ചിലർ മാത്രം എക്സ്ട്രാ എണ്ണ എടുത്തില്ല, ചിലർ എക്സ്ട്രാ എണ്ണ എടുത്തു എന്ന് നമ്മളവിടെ കാണുകയാണ്. അപ്പം അതിന് കർത്താവിൻ്റെ ദാസൻ ഇത് പറഞ്ഞല്ലോ, എൻ്റെ ഉദാഹരണം പറഞ്ഞല്ലോ. 3 സ്റ്റേജാണ് യഹൂദന്മാരുടെ ഈ കല്യാണത്തിനെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അറിയാവുന്ന, അതുപോലെ അവിടെ താമസിച്ചിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ള ചില ദൈവദാസന്മാർ ഉണ്ട്, അവരുടെ പ്രസംഗത്തിൽ നിന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം ഒന്ന്, ചെറിയ പ്രായത്തിൽ തന്നെ ഈ അപ്പനമ്മമാര് ഏകദേശം ഒരു ധാരണ പറഞ്ഞു വെക്കും. എൻ്റെ മകള് നിന്റെ മോനെ ഇങ്ങനെ കല്യാണം കഴിക്കാം, നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ ആ കുഞ്ഞുങ്ങൾക്ക് അത് അറിയത്തില്ല, അല്ലെങ്കിൽ ഈ പയ്യന്മാർക്ക് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അത് അറിയത്തില്ല. അവരൊരു ഏകദേശ ധാരണ. അങ്ങനെ മുന്നോട്ട് പോകുമ്പം അവർ അതിനുവേണ്ടി വിവാഹ നിശ്ചയത്തിന് വേണ്ടി ഒരുങ്ങുന്ന, അല്ലെങ്കിൽ വിവാഹ നിശ്ചയമുണ്ട്. നിശ്ചയം കഴിഞ്ഞതിന് ശേഷം ഒരു പീരീഡ് ഉണ്ട്. ആ സമയത്താണ് ആ വരൻ അതിനുവേണ്ടി ഒരുങ്ങുകയും അവൻ ഭവനം ചമയ്ക്കുകയും, അല്ലെങ്കിൽ അവൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നിർവഹിക്കും. ആ ഒരുക്കങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവൻ വധുവിൻ്റെ ഗൃഹത്തിൽ വന്ന് അവളെ കണ്ട് ആ വധുവിൻ്റെ ആൾക്കാരോടുകൂടെ ഈ വധുവിനെ എതിരേറ്റുകൊണ്ട് പോകുന്ന ഒരു ഇതുണ്ട്. ആ സമയത്താണ് ഈ പന്തങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ആരെങ്കിലും പറഞ്ഞതിനോട് ഇത് എനിക്കറിയത്തില്ല, അതിനെ പറ്റി ഞാൻ എൻ്റെ ഒരു അറിവ് പറയുന്നത് മാത്രമേ ഉള്ളൂ, ദയവായി ക്ഷമിക്കുക. അപ്പോൾ അവരന്നേരം എടുക്കുന്ന ഈ രാത്രി സമയത്ത് വന്നിട്ട് പോകുന്ന ഈ പോക്കിനെടുക്കുന്ന റൂട്ടെന്ന് പറയുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് റൂട്ടാണ്. ലോങ്ങസ്റ്റ് റൂട്ട് എന്ന് പറഞ്ഞാൽ ആ പട്ടണം മുഴുവൻ അറിയണം, ആ നാട് മുഴുവൻ അറിയണം, ഇതുപോലൊരു കല്യാണം നടക്കാൻ പോകുക എന്ന് അറിയണം. അതിനുവേണ്ടി ഈ കോലിൻ്റെ അറ്റത്ത് തുണി ചുറ്റിയിട്ടുള്ള നിലയിലുള്ള പന്തങ്ങൾ, അതാണ് അവർ കയ്യിൽ കരുതുന്നത്. ഈ അവർ വരുമ്പം തന്നെ, അല്ലെങ്കിൽ ഈ എതിരേറ്റ് കൂടെ കൊണ്ടുപോകാനായിട്ട്, വധുവിൻ്റെ കൂടെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികളും ഒക്കെ അതിന് വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ അത് സാധാരണഗതിയിൽ ഇടയ്ക്കിടയ്ക്ക് എണ്ണ തീരുന്നത് കൊണ്ട് പോക്കറ്റിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ ഒരു എണ്ണയുടെ ക്യാനും കൂടെ അവർ കരുതിയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടത്. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ചത്തോളം മാരേജ് ഫീസ്റ്റും, അതിൻ്റെ ചില വ്യത്യാസങ്ങൾ ഒരു പക്ഷേ കണ്ടേക്കാം, നമുക്കതല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ചെന്നതിന് ശേഷം അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളത് പറഞ്ഞു കേട്ടിട്ടുണ്ട്.
അപ്പം ഇങ്ങനെ പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന, പന്തം കൊളുത്തി വരനെ എതിരേൽക്കാനായിട്ട് വരൻ വരുമ്പോൾ ഒരുങ്ങിയിരിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നും സാധാരണഗതിയിലുള്ള ഒരുക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അവർ ഒരുങ്ങിയിരുന്നില്ല എന്നുള്ളതും നമുക്കവിടെ കാണാൻ കഴിയും. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയെ സൂചിപ്പിക്കുന്നതായിട്ടും ഇവിടെ നിർണായകമായിട്ട് വരുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് നമുക്കറിയാം. പലപ്പോഴും കർത്താവിന്റെ ദാസൻ ഓൾറെഡി ഇവിടെ പ്രസ്താവിച്ചതുപോലെ ഒരു 50-50 ക്രിസ്ത്യൻ ലൈഫാണ് പലപ്പോഴും നമ്മൾ നയിക്കാൻ ആഗ്രഹിക്കും. നമുക്കറിയാലോ 50-50 എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ എനിക്കത് ഇഷ്ടമല്ലായിരുന്നു, കാരണം അതിന്റെ രുചി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നാത്ര ഞാൻ പറയും 50-50. അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് അത് പോകുന്നത്. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിനൊന്നും വലിയ പ്രയോറിറ്റി ഒന്നും കൊടുക്കുന്നില്ല. സമയം കിട്ടിയാൽ ചെയ്യാം. ബ്രദറെ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, നോക്കട്ടെ പാസ്റ്റർ, ഇന്ന് എനിക്ക് ഇന്നിടം വരെ പോകാനുണ്ട്, അവിടുന്ന് പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആകും, ഞാൻ വന്നേക്കാം, പാസ്റ്റർ നടത്തിക്കോ. നമുക്കറിയാമല്ലോ ഇതുപോലെ പറയുന്ന, ഇതുപോലെ ഇതാക്കുന്ന എത്ര ആൾക്കാരാ ഉള്ളത് എന്ന് മാത്രമല്ല, നമുക്കറിയാം വന്ന് കൂട്ടായ്മയ്ക്ക് ഇരിക്കുന്നെന്ന് പറയുന്ന ആൾക്കാരും എത്ര പേരാ ഈ പറയുന്ന കാര്യം കേൾക്കുന്നത്? എത്ര പേര് കേൾക്കുന്നുണ്ട്? സത്യം പറയുക. കഴിഞ്ഞ ഞായറാഴ്ച എന്നെ ഉപദേശിച്ച് പ്രസംഗിച്ചെന്ന് ചോദിച്ചാൽ, തിങ്കളാഴ്ച ദിവസം ചോദിച്ചാൽ അത് പറയാൻ കഴിയാത്തവരാ ഇന്ന്. ഒരു ഞാൻ പെർസെന്റ് പറയുന്നില്ല, എന്നാലും ഒരു അതിക്രമം ചെയ്ത് ഞാൻ അങ്ങ് പറയും, ഒരു 90% ആൾക്കാരോട് ചോദിച്ചു നോക്ക്, എന്താ ഇന്നലെ ഉപദേശി പ്രസംഗിച്ച്? ഏതാണ്ട് പ്രസംഗിച്ചു. കാരണം അന്നേരം വേറെ ഏതാണ്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സംഗതി കൂട്ടത്തിൽ പോയി ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് ഈ വചനത്തെ ഉൾക്കൊള്ളാനോ കേൾക്കാനോ കഴിയാതെ വണ്ണം ഹൃദയത്തെ ശത്രു അടച്ചു കളഞ്ഞ ഒരു നിലയിലാ പലരും ആയിരിക്കുന്നത്. എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പറയുന്ന പോലെ, നാട്ടിലൊക്കെ പറയുന്ന പോലെ, എവിടെ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തൊക്കെ ഉണ്ട്, ആൾക്കാരുണ്ട്. എന്നാൽ അവിടെ എന്നാ പറഞ്ഞ എന്താ കാര്യം? പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാര്യങ്ങൾക്ക് പോകുന്നതിലല്ല, പോകുന്ന കാര്യങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ടും അത് ഗ്രഹിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിലുമാണ്. ഇത്രയും വലിയ പ്രസംഗങ്ങളോ ഇത്രയും വലിയ ഒന്നും ഒരുപക്ഷെ ആവശ്യമില്ല. നമ്മൾ കൃത്യമായ ഒരു ക്രിസ്തീയ ജീവിത ശൈലി നമുക്കുണ്ടെങ്കിൽ, വചനധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൂട്ടായ്മയുടെയും ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിത ശൈലി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പിന്നോക്കം പോകാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്ന് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ മെനക്കെട്ടുള്ള ഒരു ജീവിതമല്ല ഈ നമുക്ക് തുടർന്ന് നമുക്ക് കാണാം. എണ്ണ എടുത്തില്ല, ചിലർ എണ്ണ എടുത്തു എന്നുള്ളതും, മണവാളൻ വൈകിയതോടെ മയങ്ങി എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. മയക്കം എന്ന് പറയുന്നതിന് നമുക്ക് ആഗോളമായിട്ടുണ്ടാകുന്ന ഒരു അപ്പോസ്റ്റസി, വിശ്വാസത്യാഗത്തിന് അനുഭവമെന്നോ അല്ലെങ്കിൽ ഒത്തിരി വൈകിയപ്പം ഉണ്ടാകുന്ന ഒരു ഡിലേ, എല്ലാവരും മയങ്ങിപ്പോകും. മയക്കം പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ കാണുന്നുണ്ട്, അബ്രഹാം യാഗം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഉറങ്ങിപ്പോയെന്നോ ഉറങ്ങിപ്പോയ കാര്യമൊക്കെ നമ്മൾ പല ആത്മീയ പ്രോസസ്സിൽ ഇടപെടുന്ന ആൾക്കാർക്കും ഇതുപോലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുന്നത് തന്നെയാണ്. നമ്മുടെ നിയന്ത്രണത്തിനും ബിയോണ്ടായിട്ട് മയങ്ങിപ്പോയി. കർത്താവ് ഈ കാര്യങ്ങളെ നമ്മളോട് പറയുമ്പോഴും നമ്മൾ ഈ ദുഷ്ടലോകത്തിലാണ് ജീവിക്കുന്നതെന്നുള്ളതും നമുക്ക് പോരാട്ടം ഉണ്ടെന്നുള്ളതും ഇതുപോലുള്ള പല പൈശാചിക ശക്തികൾ ലോകത്ത് ദൈവമക്കളോട് പോരാടുന്നുണ്ടെന്നും ദൈവ പദ്ധതിക്കെതിരെ പോരാടുന്നുണ്ടെന്നും ഒക്കെ ദൈവത്തിനറിയാം. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ തന്നുകൊണ്ടാ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നതും ഈ നടത്തുന്നതും. നോക്കിയാട്ടെ, മയങ്ങിയത് രണ്ട് കൂട്ടരും മയങ്ങി എന്നുള്ളത് അവിടെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആർപ്പ് വിളി ഉണ്ടായപ്പോൾ, മണവാളൻ വരുന്നേ എന്നുള്ള ആർപ്പ് വിളി ഉണ്ടായപ്പം രണ്ടുപേരും എഴുന്നേറ്റില്ല എന്നൊന്നും പറയുന്നില്ല. ചിലരങ്ങ് നീണ്ടു കിടന്നൊന്നുമില്ല, അവരും എഴുന്നേറ്റു. കാരണം അവരും ഇതിനു വേണ്ടിയൊക്കെ വിളിക്കപ്പെട്ടവരും ഒരുക്കപ്പെട്ടവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരുമാ. അവർക്ക് എഴുന്നേക്കാതിരിക്കാൻ പറ്റുമോ? അവരും എഴുന്നേറ്റു. എന്ന് മാത്രമല്ല, അതിനെയൊക്കെ വ്യാഖ്യാനിക്കാനുണ്ടല്ലോ. സമയക്കുറവ് കൊണ്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾ തന്നെ അങ്ങ് വ്യാഖ്യാനിച്ചാൽ മതി. എഴുന്നേറ്റു, ചിലരുടെ വിളക്ക് കത്തി, ചിലരുടെ വിളക്ക് കെട്ടുപോയി എന്ന് വായിക്കുക. അപ്പോഴാണ് പ്രധാനപ്പെട്ട ഒരു സംഗതി വരുന്നത്. എണ്ണ കടം ചോദിച്ചു, എന്നാൽ കൊടുത്തില്ല. വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങാൻ ശ്രമിച്ചു. വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് മണവാളൻ വന്നു, കതകടച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് എന്താ ഈ ഭാഗത്തുനിന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഒരുക്കം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം നമുക്ക്. കാരണം ഈ ഒരുക്കം എന്ന് പറയുമ്പം തന്നെ എന്തിനുള്ള ഒരുക്കമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്?
നമുക്കറിയാം ചില ആൾക്കാർ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുവിശേഷീകരണം അതാണ് അവരെക്കുറിച്ചുള്ള ദൈവഹിതം. എല്ലാ ദിവസവും സുവിശേഷം അറിയിക്കണം, ട്രാക്ട് കൊടുക്കണം, പ്രസംഗിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. നമുക്കറിയാം കർത്താവിനോട് ശമര്യക്കാരിയുടെ അവരോട് സംസാരിക്കുന്ന അവിടുത്തെ വെച്ച് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നതും, കർത്താവെ നിനക്ക് എവിടുന്ന് ഈ ആഹാരം കിട്ടി എന്ന് ചോദിക്കുമ്പോൾ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്ന അത്രേ എൻ്റെ ആഹാരം. അപ്പം അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണണം, കേവലം വേല തികയ്ക്കുകയല്ല പറയുന്നത്, അവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ ഇഷ്ടം അറിഞ്ഞ് ദൈവഹിതം മനസ്സിലാക്കി ദൈവാലോചന മനസ്സിലാക്കുക എന്നത് ദൈവവേലയെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയാ നമുക്ക് പ്രതിഫലം കിട്ടാൻ പോകുന്നത്? നിത്യതയിൽ നമ്മളെ ദൈവം പ്രതിഫലം തരുന്ന കാര്യമൊക്കെ നമ്മൾ പറയുമല്ലോ. എന്തിനാ നമുക്ക് പ്രതിഫലം കർത്താവ് തരാൻ പോകുന്നത്? ദൈവത്തിന്റെ വചനത്തിന് അടിസ്ഥാനത്തിൽ പറയുക, 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഒരുത്തന്റെ പണി വെന്തുപോകുമെങ്കിൽ. അപ്പം വെന്തുപോകാവുന്ന പണികൾ പലതും നമുക്ക് ചെയ്യാം. എന്നാൽ വെന്തുപോകാത്ത പണി എന്താണ്? നമുക്കറിയാം, കേവലം സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമല്ല കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സകല ജാതികളെയും ഞാൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ശിഷ്യരാക്കിക്കൊള്ളുകയും എന്നും കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഓർക്കണം. 10 പേരോട് ഇത് പറഞ്ഞു, അവരൊക്കെ സ്വീകരിച്ചു. ഈ സ്വീകരിച്ചവരൊക്കെ ഇന്ന് എവിടെ പോയി? എനിക്കും അറിയാം പലരെയും സ്വീകരിച്ചവരൊന്നും ഇന്ന് രംഗത്തില്ല. പലരും നാട്ടിലില്ല. പലരും കണ്ണുനീരോടെ കരഞ്ഞ് സ്വീകരിച്ചവരൊന്നും ഇന്ന് പലരും അതിന് സുവിശേഷത്തിന് ശത്രുക്കളായി നടക്കുന്നു. വിതയ്ക്കുന്നവന് ഉപമയും പറഞ്ഞതുപോലെ പല പല അനുഭവങ്ങളിലായി ഫലകരമായി ജീവിക്കാൻ കഴിയാത്ത നിലയിൽ പിന്മാറിപ്പോയി ട്ടുള്ള എത്രയോ പേരുണ്ട്. അപ്പം കേവലം സുവിശേഷം അറിയിക്കുന്നത് മാത്രമല്ല, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം അറിയിക്കുന്നത്. അതേസമയം തന്നെ സുവിശേഷം ആര് സ്വീകരിച്ചുവോ അവരെ ശിഷ്യത്വത്തിന്റെ അനുഭവത്തിലേക്ക് നടത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം. നോക്കിയാട്ടെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കർത്താവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്. ഈ സ്നേഹബന്ധം നമുക്കറിയാം. വിവാഹം അതുപോലുള്ള നമ്മുടെ മറ്റു പല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ആദ്യത്തെ ഒരു കണ്ടുമുട്ടലിൽ, ആദ്യത്തെ ഒരു ഇതിൽ തുടങ്ങി തുടർന്ന് ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞ് ആ ബന്ധം വളരെ ദൃഢമാകുന്നത് പോലെ ഇത് ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്ന ഒരു സംഗതിയാ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ബന്ധം നമുക്ക് മേടിക്കാൻ പറ്റുമോ? ബന്ധം കടം മേടിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ പറയുക, അത് പറയാൻ തന്നെ പാടില്ല പല ആൾക്കാരോടും. ഇച്ചിരി നേരത്തേക്ക് നിങ്ങൾ എൻ്റെ ഇന്നാരായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? അഭിനയിക്കുന്നവരൊക്കെ ഉണ്ട് ലോകത്ത്. അല്ലെങ്കിൽ ഇത്തിരി നേരത്തേക്ക് ഈ ബന്ധം എങ്ങനെ കടം മേടിക്കും? പ്രിയപ്പെട്ടവരെ, ഇത് നാളുകളായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിലാ ഈ വിശുദ്ധിയും വേർപാടും അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അല്ലാതെ അത് എവിടുന്നെങ്കിലും പോയി മേടിച്ചോണ്ട് വന്ന് അന്നേരം കൊണ്ട് ഫിറ്റ് ചെയ്ത് സ്ഥാപിക്കുന്ന പരിപാടി അല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണ്ടേ. ദേവദാസൻ പ്രസംഗിച്ച ഒരു പോയിന്റ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. റിലേഷൻഷിപ്പ് കനോട്ട് ബി ബോട്ട്. ഇറ്റ് കനോട്ട് ബി ബോട്ട് ബൈ മണി. അത് കടം മേടിക്കാൻ പറ്റുന്നതല്ല, അത് കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. നമ്മൾ മാർക്കറ്റിൽ പോയി എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് സ്ഥാപിക്കുന്നത് പോലെ ക്രിസ്തുവുമായിട്ടുള്ള ഒരു ബന്ധം ഒന്ന് റെഡിമെയ്ഡായിട്ട് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ഒരു കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, എനിക്ക് കാതലായ ഒരു കാര്യമായിട്ട് ആ ഭാഗത്ത് തോന്നുന്നത് അവരുടെ തെറ്റിദ്ധാരണയായിരുന്നു. ഈ ഒരുക്കം എന്ന് പറയുന്നത്, അതിനുവേണ്ടി ഒരുങ്ങുക എന്ന് പറയുന്നത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള ഒരുക്കം എന്ന് പറയുന്നത് ഈ ദൈനംദിനം ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലും അവന്റെ ശബ്ദം കേട്ടും അവന്റെ ഹിതത്തിൽ നടന്നും ദൈവവചനത്തിന്റെ വെളിപ്പാടിലൂടെയും ഉണ്ടാകുന്ന ഒരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് ദൈവകൃപയാൽ. അതിനും ദൈവകൃപയെ അടിസ്ഥാനം നമ്മുടെ പ്രവൃത്തിയല്ല. ഏത് കൃപ കൊണ്ട് നമ്മൾ ആദ്യം രക്ഷിക്കപ്പെട്ടോ, ഏത് കൃപ കൊണ്ട് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചോ, അതേ കൃപ തന്നെ പ്രിയപ്പെട്ടവരെ അവന്റെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കുകയും ചെയ്യുന്നത്. അതേ കൃപയാണ് അവനോടുള്ള ബന്ധത്തിൽ ലോകത്തിലുള്ള സകലത്തിനേക്കാൾ ഉപരിയായിട്ട് അവനെ സ്നേഹിക്കാനും ഈ ലോകത്തിലുള്ളതിനെ ചപ്പും ചവറുമെന്നും അവന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം എന്നാലും നമ്മൾക്കിടയായി തീരുന്നത് ആ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ.
പ്രിയപ്പെട്ടവരെ, അത് ഒരു രാത്രി പോയി കടം മേടിക്കാവോ? എനിക്കിപ്പം പറയാൻ പറ്റുമോ അബ്രഹാം പാസ്റ്റർ എൻ്റെ ബന്ധം അങ്ങ് നഷ്ടപ്പെട്ടു പോയി, അബ്രഹാം പാസ്റ്ററിന്റെ ബന്ധം എനിക്ക് ഇച്ചിരതാ എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാ എനിക്കുള്ളത്? ബിജോ ബ്രദറിനോട് എനിക്ക് പറയാൻ പറ്റുമോ, ബ്രദറെ ഞാൻ എന്തോ പറ്റിപ്പോയി, എനിക്കും തമ്മിലുള്ള ബന്ധം കർത്താവും തമ്മിലുള്ള ഇച്ചിരി എനിക്ക് കടന്താ ബ്രദറെ എന്ന് പറഞ്ഞാൽ ആ പറയുന്നതിന് അർത്ഥമുണ്ട്. അവർ തിരിച്ചു പറഞ്ഞതിന് വളരെ അർത്ഥവത്താ പറഞ്ഞത്. അത് എങ്ങനെ തരാൻ പറ്റും? എനിക്ക് നിനക്ക് പകരമാകാൻ കഴിയത്തില്ല, നിനക്ക് എനിക്ക് പകരമാകാൻ കഴിയത്തില്ല. ഇതൊന്നും ഒരാൾക്ക് ഒരാളിലേക്ക് ഒരു വയറ് വെച്ച് നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കൊടുക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു കുഴൽ വെച്ച് ഒരു കന്നാസിൽ നിന്ന് വേറൊരു കന്നാസിലേക്ക് എണ്ണ പകരുന്നത് പോലെയോ പകരാൻ പറ്റുന്ന സാധനമല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയപ്പെട്ടവരെ, എന്തൊരു ഭീകരമായ അവസ്ഥയാ. ആ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം രാവിലെ ദൈവസന്നിധി വളരെ, കർത്താവേ, ഇത് നിന്നോടുള്ള പവിത്രമായൊരു ബന്ധം, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധം പോലെ, ഒരു സ്നേഹിതനോടുള്ള ബന്ധം പോലെ, മറ്റു പല ബന്ധങ്ങളും പോലെ കൊണ്ട് ബിൽഡപ്പ് ചെയ്തു വന്ന ഒരു ട്രസ്റ്റും ഒരു നോളജും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെയായി ഈ ബന്ധമെന്ന് പറയുന്നത്. അത് പോരായിരുന്നു, ഞാൻ ഈ ചെയ്തത് പോരായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ബന്ധത്തിന് പ്രയോറിറ്റി കൊടുത്തില്ല, ഈ ബന്ധത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തില്ല, മറ്റു പല ലോക ബന്ധങ്ങൾക്കുമാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ വിളക്കിൽ നിന്ന് മങ്ങിക്കത്തുന്നത്, അല്ലെങ്കിൽ എൻ്റെ വിളക്കിൽ നിന്ന് എണ്ണയില്ലാതെ കരിന്തിരി ഓടുന്നതിൻ്റെ കാര്യം ഇതാണ്. നോക്കിയാട്ടെ, എണ്ണ കടം ചോദിച്ചു, വിൽക്കുന്നവരുടെ അടുക്കിലേക്ക് പോയി. അപ്പം ഈ രാത്രിയിലും അവിടെ വിൽക്കുന്നവരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ അവരെ എഴുന്നേൽപ്പിച്ച് കാണും. എങ്ങനെയാണെങ്കിലും വിൽക്കുന്നവരുടെ അടുത്തൊക്കെ പോയി. ഇത് ഒത്തിരി പേരുടെ ഒരു കോൺഫിഡൻസാ. കുറവുകളൊക്കെ ഉണ്ട് ബ്രദറെ, അതൊരു ഉപവാസ പ്രാർത്ഥനയൊക്കെ വെക്കണം, എന്നിട്ട് വേണം ഒന്ന് ശരിയാക്കാൻ. ഈ ഉപവാസ പ്രാർത്ഥന അടുത്തെങ്ങാനും നടക്കുവോ? അല്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ വണ്ടികളൊക്കെ വർഷത്തിലൊരിക്കലോ 2 വർഷമോ കൂടുമ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റി പണിയൊക്കെ ചെയ്യൂല എന്ന് പറഞ്ഞ പോലെ അത് ഈ അടുത്തെങ്ങാനും വർക്ക്ഷോപ്പിൽ കയറ്റുവോ? എന്താ പറയുന്നേ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ആ റെനോവേഷൻ, ആത്മീയ ജീവിതം പുതുക്കുക എന്നുള്ളത്, അവനോടുള്ള ബന്ധത്തിലും പുതുക്കുക എന്നുള്ളതും മാനസാന്തരപ്പെടുക എന്നുള്ളതും ഡെയിലി ബേസിസിൽ നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണ്, എന്നത്തേക്കെങ്കിലും മാറ്റി വെക്കേണ്ട കാര്യമല്ല എന്നുള്ളത് വളരെ നിശ്ചയമാണ്. പല കാര്യങ്ങളിലും വിഷയങ്ങളുണ്ട് പാസ്റ്ററെ, അതൊക്കെ ശരിയാക്കണം, കുറവാ എനിക്കറിയാം. ഇങ്ങനൊക്കെ പറയുന്ന എത്ര പേരാ ഉള്ളത്? എത്ര പേരാ കൗൺസിലിങ്ങിനൊക്കെ വരുന്നത്? പല സ്ഥലത്തും ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെയാ പാസ്റ്ററെ എന്തോ ചെയ്യുന്നേ? ഇതിനൊക്കെ കാണിക്കുന്നത് പല മാനുഷികമായിട്ടുള്ള പരിമിതികളും മറ്റും പല പരിമിതികളുമാ പലരും എടുത്ത് ഉയർത്തി കാണിക്കുന്നത്. ഇങ്ങനൊന്നും എനിക്ക് കഴിയുന്നില്ല. വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു കഥ കടച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാലത്ത് പറയാനായിട്ട് ഇടയായിട്ടത്, ഞാനും അവൻ്റെ കൂടെ സ്നാനപ്പെട്ടതാ, ഞാനും അവൻ്റെ കൂടെ കൈപൊക്കിയതാ, കൺവെൻഷന് കൈപൊക്കിയതാ. അല്ല, ഇന്ന ബ്രദർ എന്നോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനം എടുത്തതാ. ഞാൻ എൻ്റെ 16 വയസ്സിൽ ആദ്യം ഒരു പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവിടുന്ന് ഒന്നൊരു ഗുഡ് ന്യൂസ് ബൈബിൾ മേടിച്ചുകൊണ്ട് തിരിച്ചു വന്നെങ്കിലും ഞാൻ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ നിമിത്തം അവരെന്നെ തെറ്റിദ്ധരിക്കുകയും 2 ദിവസം കഴിഞ്ഞപ്പം എൻ്റെ കയ്യിൽ നിന്ന് ആ ബൈബിൾ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഈ 139 സങ്കീർത്തനമാണ് ഞാൻ 2 ദിവസം അതിരുന്ന് വായിച്ചത്. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വിജയ് എന്നും പറഞ്ഞ്, അവന് ആരോ കൊടുത്ത അണ്ടർലൈൻ ചെയ്ത ഒരു പുതിയ നിയമമാണ് എനിക്ക് കിട്ടിയത്. ആ അണ്ടർലൈൻ ചെയ്ത പുതിയ നിയമം എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. കാരണം പ്രധാനപ്പെട്ട വാക്യങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്തതായിരുന്നു. ആർത്തിയോടെ ഞാനത് വായിച്ചു. അവൻ്റെ കയ്യിൽ അത് അത്രയും നാൾ ഇരുന്നിട്ടും അവനത് ഗുണപ്പെട്ടില്ല. ചില മാസങ്ങൾക്കുള്ളിൽ ഒരു കല്ലുവെട്ടാൻകുഴി നീന്താൻ ഇറങ്ങി അവൻ അതിൽ മുങ്ങി മരിച്ചു. അതുപോലെ ഈ കർത്താവിനോടുള്ള ഈ വഴി യാത്രയിൽ എനിക്ക് പലപ്പോഴും സഹായകരമായി തീർന്ന പല വ്യക്തികളും ഇന്ന് ഈ ലോകത്തില്ല. നമുക്ക് പലർക്കും അതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ,
ഈ കർത്താവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ മറ്റു പലരും ചെയ്തിട്ടുള്ള പോലെ ചെയ്തതാ. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ഫ്രണ്ടിന്റെ കാര്യവും ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് കരയുക. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ മൃതദേഹം, അത് ഹൃദയം ആഫ്രിക്കയിൽ സംസ്കരിച്ചിട്ട് മൃതദേഹം വെസ്റ്റ് മിനിസ്റ്റർ അബിയിൽ സംസ്കരിക്കാൻ പോകുമ്പോൾ ഒരുത്തനിരുന്ന് വാവിട്ട് കരയുക. ആൾക്കാർ വിചാരിച്ച പോലെ അളിയനോ വല്ലോ ആയിരിക്കും. ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഈ പുള്ളി ഞാനും കൂടെ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതാ, ഒരേ സമയത്ത് ഇതാക്കിയതാ. എന്നാൽ ഞാൻ ലോകപ്രകാരം ഒരു രാഷ്ട്രീയക്കാരനാകാനൊക്കെ തീരുമാനിച്ച് ആ വഴിക്ക് പോയി ഡേവിഡ് ലിവിങ്സ്റ്റൺ കർത്താവിൻ്റെ വഴിയിൽ ക്രൂശ് എടുത്തും കൊണ്ട് അവനെ അനുഗമിച്ചു. ഇന്ന് ഈ ലോകപ്രകാരം നോക്കിയാൽ പോലും രാജാക്കന്മാർ അല്ലെങ്കിൽ വിശ്രമിക്കുന്ന ആ വെസ്റ്റ് മിനിസ്റ്റർ അബിയിൽ എല്ലാ ബഹുമാനത്തോടും കൂടെ അദ്ദേഹം സംസ്കരിക്കപ്പെടുമ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉള്ളതും കൂടെ കളഞ്ഞ് ഉള്ളതും കൂടെ ഇല്ലാതാക്കി ഈ നശിച്ച ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ആ സങ്കടം കൊണ്ട് കരയുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അവരെ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു, എന്നാൽ അവരിൽ മിക്ക പേരിലും പ്രസാദിച്ചില്ല എന്നുള്ളത് നമുക്ക് ഓർക്കാം. കൃപ എന്ന് പറയുമ്പം അത് ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മളെല്ലാം അങ്ങ് അംഗീകരിക്കപ്പെടും എന്നുള്ളൊരു ഒരു ചിന്ത മാത്രമല്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ അത് മാത്രമല്ല, ആ ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ട് രൂപാന്തരപ്പെടാൻ അവസരമുള്ളപ്പം അത് ഉപയോഗിക്കാതിരുന്നു, അത് നേടാതിരുന്നു, ആ കൃപയാൽ ഉണ്ടാകേണ്ട വ്യതിയാനം ജീവിതത്തിൽ ഉണ്ടാകാതിരുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവ് കാര്യം തന്നെയാണ്. ഞാൻ എന്ന് വെച്ചാൽ അടിസ്ഥാന പ്രമാണങ്ങളൊന്നും ഞാൻ മാറ്റാൻ ശ്രമിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഈ ദിവസങ്ങളിൽ ജാഗരൂകരാകാം, ഈ കൃപയെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ.